കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ ചെമ്മരിയാടിൻ കൂട്ടങ്ങളെത്തി. തീറ്റയും വെള്ളവും ലഭ്യമാകുന്ന പുഴകൾ, കുളങ്ങൾ എന്നിവയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആട്ടിൻകൂട്ടങ്ങൾ തമ്പടിക്കുന്നത്. എലവഞ്ചേരി വട്ടേക്കാട് ഭാഗങ്ങളിലാണ് പകൽ സമയത്തെ തീറ്റ തേടലിന് ശേഷം ആടുകളെ കിടത്തുന്നത്. കൃഷിയിടങ്ങളിൽ വൈകുന്നേരം 5 മുതൽ രാവിലെ 10 മണിവരെ കിടത്തി കാഷ്ടവും മൂത്രവും ലഭ്യമാക്കുന്നതിന് കർഷകരിൽ നിന്നും ഒരാടിന് 1 രൂപ മുതൽ 2 രൂപ വരെ തുക ഈടാക്കുന്നു. തുടർച്ചയായി 1-2 ദിവസം ഒരേ സ്ഥലത്ത് തന്നെ ആടുകളെ കിടത്തുന്നതോടെ ചാണകത്തിന്റെ ആവശ്യം വരുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. ചാണകം കൊണ്ടുവന്ന് പൊടിച്ചു വിതറുന്ന ചെലവും കുറയുമെന്നും നിലം ഉഴുന്നതോടെ ആട്ടിൻകാഷ്ടം മണ്ണിൽ ലയിച്ചു ചേരുമെന്നും കർഷകർ പറഞ്ഞു. തമിഴ്നാട്ടിലെ ഊത്തുകുഴി, ധാരാപുരം, ഒട്ടൻചത്രം, ഉടുമൽപേട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ചെമ്മരിയാട് എത്തിയത്. സ്ഥിരമായ ആടുകളെ കിടത്തുന്ന കർഷകരെയാണിവർ ആദ്യം സമീപിക്കുന്നത്. ഇവർക്ക് ചെറിയ തോതിൽ തുകയിൽ ഇളവും നൽകും. 1-2 പരിചാരകരും സംരക്ഷണത്തിനായി നായ്ക്കളുമായാണ് ആടുകളെ പരിപാലിക്കുന്നവരുടെ സംഘം. പകൽ സമയത്ത് ആട്ടിൻകുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കൂടുകളിലാക്കി വലകൾ കൊണ്ട് സംരക്ഷണ വലയം തീർത്താണ് ആടുകളെ തീറ്റാൻ പോകുന്നത്. തമ്പടിക്കുന്ന സ്ഥലത്ത് പൊങ്കൽ പോലുള്ള ഭക്ഷണം സ്വയം തയ്യാറാക്കിയാണ് ഇവർ കഴിക്കുന്നത്. പ്രത്യേക ആടുജീവിതം നയിക്കുന്നവർ ആടുകൾക്കൊപ്പം ഉണ്ടുമുറങ്ങിയും കഴിയുകയാണ്. ചില പ്രദേശങ്ങളിൽ നായ്ക്കളുടെയും കുറുക്കന്റെയും ശല്യം ഉണ്ടാവാറുണ്ടെങ്കിലും വേനലിൽ തുറന്ന സ്ഥലത്ത് ആട്ടിൻപറ്റങ്ങൾക്ക് കൂട്ടായി വിവിധ മൂലകളിലായി കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. ടോർച്ച് ഉപയോഗിക്കാറുണ്ടെങ്കിലും രാത്രി വെളിച്ച സംവിധാനം ഇവർ ഉപയോഗിക്കുന്നില്ല. അപൂർവം ചിലരുടെ കയ്യിൽ മൊബൈൽ ഫോണും റേഡിയോയുമാണ് ആഡംബര വസ്തുക്കൾ. ബാക്കിയെല്ലാം ഒരു കമ്പിളിപ്പുതപ്പിൽ ഒതുങ്ങും. UTV ന്യൂസ്, പാലക്കാട്.